നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ മുംബൈ വേഴ്സസ് SRH മാച്ച്, ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയിട്ടുള്ള ഒരു പ്രിവ്യൂ ആണ്. നമ്മൾ ഓൾറെഡി RR വേഴ്സസ് പഞ്ചാബ് മാച്ചിൻ്റെ റിവ്യൂ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം. ഇപ്പോൾ നമുക്ക് മുംബൈ വേഴ്സസ് SRH മത്സരത്തെ പറ്റിയിട്ട് നോക്കാം. വാങ്കഡയിലാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത്. MI SRH എന്ന് പറഞ്ഞൊരു കളിയാണ്. അത് രണ്ട് ടീമിനെ സംബന്ധിച്ചും അതല്ല, ഞാൻ കറക്റ്റ് ചെയ്യുന്നു, രണ്ട് ടീമല്ല, ടോട്ടൽ ടൂർണമെൻറ്റിനെ സംബന്ധിച്ച് വലിയൊരു മാച്ചാണ് MI SRH. അതായത് താഴോട്ടുള്ള 5, 6, 7, 8, 9, 10 കിടക്കുന്ന ടീമുകൾ മൊത്തം നാളെ MIയുടെ ജേഴ്സി അണിഞ്ഞാൽ പോലും അത്ഭുതമില്ല. കാരണം നാളെ SRH ജയിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 4 സീൽഡായി. പിന്നെ അങ്ങോട്ട് ആർക്കും കയറണ്ട. കാരണം പിന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ കളിയിൽ നിന്നും SRHനാണെന്നുണ്ടെങ്കിലും പിന്നീടുള്ള 6 കളിയിലും കണ്ട് ഒരു കളി ജയിച്ചാൽ മതി, അല്ലെങ്കിൽ 5 കളിയിൽ നിന്ന് ഒരു കളിയോടെ ജയിച്ചാൽ മതി, 14 പോയിന്റ് ആവും. അതേമാതിരി RRനാണെന്നുണ്ടെങ്കിലും ഓൾറെഡി ഇനി 1-2 കളിയോടെ ജയിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് അവർ ഇന്നാണ്. RCB ആണെന്നുണ്ടെങ്കിൽ 1-2 കളിയോടെ ജയിച്ചാൽ സുഖമായിട്ട് ഇന്നാണ്. അത് വലിയൊരു ടേബിളിൻ്റെ ഡിഫറൻസ് നാളെ SRH ജയിച്ചാൽ ഉണ്ടാവും, ടോപ്പ് 4ഉം ബോട്ടം 4ഉം, അല്ലെ ടോപ്പ് 4ഉം ബോട്ടം 6ഉം ആയിട്ട്. അതുകൊണ്ട് നാളെ MIയിലുപരി SRHന് തന്നെ, അല്ലെ ടോട്ടൽ ടൂർണമെൻറ്റിന് തന്നെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു കളിയാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെയും കൂടെ MI തോറ്റു കഴിഞ്ഞാൽ കംബാക്ക് ഹീറോസ് പായും കിടക്ക എടുത്തുകൊണ്ട് പതിയെ അങ്ങ് തിരിച്ചു പോയാൽ മതി, ഏറെക്കുറെ തീരുമാനമാകും. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മുംബൈയെ സംബന്ധിച്ച് അത് വാങ്കഡയിലാണ്, അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് എന്നുള്ള അഡ്വാൻറ്റേജാണ് നാളെ മുംബൈക്ക് ഉള്ളത്. നമ്മൾ മുമ്പുള്ള കളികളിൽ പറഞ്ഞ പോലെ തന്നെ മിനിമം പാർ സ്കോർ എന്ന് പറയുന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിൽ 220 അതും നൈറ്റ് ഗെയിം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ബോൾ ഫസ്റ്റ്, ചേസബിൾ ഗ്രൗണ്ടാണ്. അവിടെ എത്ര അടിച്ചു കഴിഞ്ഞാലും നല്ലൊരു ലൈനപ്പിൽ ഈസിലി ചേസബിളാണ്. അതുകൊണ്ട് മിനിമം 220 എങ്കിലും അടിക്കണം. നമുക്ക് രണ്ട് ടീമിൻ്റെയും ഒരു ഇതുവരെയുള്ള ജയപരാജയങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മുംബൈ ആദ്യത്തെ കളി ജയിച്ചു, 226 ചേസ് ചെയ്ത്. എവിടെ? മുംബൈയിൽ തന്നെ, വാങ്കഡയിൽ തന്നെ 226 KKRനെതിരെ ചേസ് ചെയ്താണ് ജയിച്ചത്. പിന്നെ തുടരെ പരാജയങ്ങളായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പോയി GT പോയി അവിടെ 200 പോസ്റ്റ് ചെയ്തിട്ട് 99 റണ്ണിന് GT തോൽപ്പിച്ചു. അതായത് ഒരു കളി ബാറ്റിംഗ് ഡോമിനൻസ് കൊണ്ട് ജയിച്ചു, ഒരു കളി ബൗളിംഗ് ഡോമിനൻസ് കൊണ്ട് ജയിച്ചു. പിന്നെ അതിൽ ഉപരി ഒരു വലിയൊരു കാര്യം എനിക്കിനകത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇപ്പോൾ GT ആണെന്നുണ്ടെങ്കിലും അതായത് KKRനെതിരെ 226 അടിച്ച് ജയിക്കാൻ കാര്യം വൺ ഓഫ് ദ വീക്കസ്റ്റ് ബോളിംഗ് ലൈനപ്പ് ഇൻ ദിസ് ടൂർണമെൻറ്റ് KKRൻ്റെയാണ്. അതിലാർക്കും അധികം ആർക്കും വാദപ്രതിവാദങ്ങളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ GTയെ പോയി 99 റണ്ണിന് തോൽപ്പിച്ചു. വൺ ഓഫ് ദ വീക്കസ്റ്റ് മിഡിൽ ഓർഡർ ലൈനപ്പ് GTയുടെയാണ്. ഇത് രണ്ടും ഒഴിച്ച് നിർത്തേ ഒരു ആവറേജ് ടീമുമായിട്ട് കളിച്ചിട്ടുള്ള എല്ലാ കളികളും മുംബൈ ഈ ടൂർണമെൻറ്റിൽ ഈ സീസണിൽ തോറ്റിട്ടുണ്ട്. നേരെ മറിച്ച് SRHലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ SRH 5 ഔട്ട് ഓഫ് 8 ഗെയിംസ് കളി ജയിച്ചിട്ട് വരുവാണ്. അതിൽ 5 കളി ജയിച്ചതിൽ 4 അവർ ഡിഫെൻഡ് ചെയ്താണ് ജയിച്ചിരിക്കുന്നത്. ഞാൻ മുംബൈയുടെ ഇന്നലെ പഞ്ചാബിൻ്റെ കാര്യം പറഞ്ഞു തൊട്ട് അതേ ഒരു പ്രവണത SRHനുണ്ട്. SRH എന്ന് പറഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ്, ഈ 8 കളികളിൽ ഒരൊറ്റ തവണയാണ് അവർക്ക് ടോസ് കിട്ടിയത്. ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ ഇതുവരെ ടോസ് കിട്ടിയിട്ടില്ല. കമ്മിൻസ് വന്നണക്കെയാണ് അവർക്ക് ഒരു ഒറ്റ കളി ടോസ് വിൻ ചെയ്യാൻ പറ്റിയതും ആ കളി മാത്രമാണ് അവർ ചേസ് ചെയ്തതും. ബാക്കി എല്ലാ കളിയും അവർ ബാറ്റിംഗ് ഫസ്റ്റ് ആയിരുന്നു. ഇപ്പം ഈ ടോട്ടൽ ടൂർണമെൻറ്റിൻ്റെ SRHൻ്റെ ടീം ടോട്ടൽ നോക്കിയാൽ തന്നെ അവർ ആവറേജ് ഒരു കളി ഇതുവരെ അടിച്ചിട്ടുള്ള മൊത്തം ഈ 8 കളിയിൽ നിന്ന് ടോട്ടൽ ആവറേജ് എടുത്താൽ തന്നെ അവർ 210 ആവറേജ് സ്കോർ ഉണ്ട് അവരുടെ. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മുംബൈയുടെ കഴിഞ്ഞ മാച്ചിന്റെ സമയത്ത് ഇടയ്ക്ക് വെച്ച് മുംബൈയുടെ ഓണർ കൈയൊക്കെ കാണിച്ചിട്ട് ഇറങ്ങി പോടേന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഡ്രാസ്റ്റിക്കലി ഉള്ളൊരു ചേഞ്ച് ഒരു പ്ലേയിങ് ലെവലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിലേക്ക് വരാം കാണാൻ ചാൻസ് ഉണ്ടോ? അതെ, ഇപ്പം ഇതിനകത്തിൽ ഈ SRHനെ കുറിച്ച് എനിക്ക് 2 പോയിന്റ് ആഡ് ഓൺ ചെയ്യാനുണ്ട്. SRHൻ്റെ ടോപ്പ് 4 ബാറ്റ്സ്മാൻസിൽ 3 പേരും ടോപ്പ് 9 റൺ സ്കോറർ ഓഫ് ദ സീസണാണ്. അതായത് ടോപ്പ് 9 റൺ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 4 3 പേരും അതിനകത്തുണ്ട്. ഇഷാൻ കിഷനുണ്ട്, അഭിഷേക് ശർമ്മയുണ്ട്, ഹെൻറി ക്ലാസനുണ്ട്. ഇവരുടെ തന്നെ ആവറേജ് മിനിമം ആവറേജ് സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ തന്നെ 200. നേരെ മറിച്ച് ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും അവരുടെ പേര് ടോപ്പിലുണ്ട്. ഇഷാൻ മലിംഗ 14 വിക്കറ്റ്, കാരണം 4 പേരുണ്ട് 14 വിക്കറ്റ് എടുത്തില്ല. അല്ലെങ്കിൽ ആവറേജിൻ്റെ വ്യത്യാസത്തിലാണ് ഇഷാൻ മലിംഗ താഴോട്ട് നിൽക്കുന്നത്. അതിനകത്തിലും നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ
ഫസ്റ്റ് വിക്കറ്റ് എടുത്തിരിക്കുന്ന അതേ ഇൻറ്റൻസിറ്റി തന്നെ ഇഷാൻ മലിംഗയും വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവരെ ബാറ്റ്സ്മാൻമാരും ടോപ്പിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പെർഫോമൻസ് മുംബൈയിൽ നിന്നുണ്ടായിട്ടില്ല. ഇനി ഇവർ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ലൈൻ ആൻഡ് ലെങ്ത് നമുക്കൊന്ന് നോക്കാം. ഈ രണ്ട് ടീമും ബോളിംഗ് അവരുടെ രണ്ട് ടീമിൻ്റെ ഒരു കൺസേൺ തന്നെയാണ്. ഇവർ ജയിച്ചിട്ടുള്ള കളികളെല്ലാം നല്ല രീതിയിൽ ഔട്ട് പെർഫോം ബാറ്റ്സ്മാൻഷിപ്പിൽ നിന്ന് വന്നുകൊണ്ടാണ് അവർ ജയിച്ചിട്ടുള്ളത്. അവരുടെ ബോളേഴ്സ് നല്ല രീതിയിൽ എക്കോണമിക്കലി ഹൈ എൻഡ് നിൽക്കുന്നതാണ് അവർ രണ്ട് ടീമിൻ്റെയും ബോളേഴ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി 4 to 5 മീറ്റർ ലെങ്തിലായിരിക്കും SRH എറിയുക. അതിന് പറ്റിയ ഗ്രൗണ്ടാണ് അവിടെ ഉള്ളത്. 4 to 5, 6 മീറ്ററിൽ 4 to 5th സ്റ്റമ്പും ആയിരിക്കും അവർ ഓപ്പറേറ്റ് ചെയ്യുക. ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം MIയെ സംബന്ധിച്ച് മൂവിങ് എവേ ആയിരിക്കും എറിയുക. SRHനെ സംബന്ധിച്ച് മൂവിങ് ഇൻ ആയിരിക്കും അവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുക. ഒരു ഷോർട്ട് ബോൾ പോലും SRH MIക്കെതിരെ എറിയാതിരുന്നാൽ അത്രയും നല്ലത്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പുള്ള് കളിക്കാനും ഹുക്ക് കളിക്കാനും എക്സെപ്ഷണലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് MIയുടെ ലൈനപ്പിലുള്ളത്. പിന്നെ ഇതിനകത്തിൽ ഒരു മാച്ചപ്പ് തൊട്ട് ഞാൻ ഇതിനകത്തിൽ എടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ MIയുടെ ടീമിനെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും ബൂംറയും വിൽ ജാക്സുമായിരിക്കും അവർക്ക് വേണ്ടി പവർ പ്ലേയിൽ ബോളിംഗ് ഓപ്പറേറ്റ് ചെയ്യുക. ബൂംറ ഒന്നാമത്തെ ഓവർ എറിയും, ബൂംറ മൂന്നാമത്തെ ഓവർ എറിയും. വിൽ ജാക്സ് രണ്ടാമത്തെ ഓവർ എറിഞ്ഞാലും അത്ഭുതമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ 4 or 5 ഉറപ്പായിട്ടും വിൽ ജാക്സ് എറിയും. കാരണം എന്താണെന്ന് പറയാൻ കഴിയും, ഹെഡിൻ്റെ തട്ടിൽ ഇപ്പോൾ ഹെഡിൻ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റ്ലി 4th സ്റ്റംപ് ലൈന് മൂവിങ് ഔട്ട് സ്വിങ് 4th സ്റ്റംപ് ലൈനിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര വീക്ക്നെസ് ആണ്. ഈ റീസെൻ്റ്ലി തന്നെ ഒരുപാട് തവണ പുള്ളി അങ്ങനെ നിക്കായി ഔട്ടായിട്ടുണ്ട്. ഏതൊരു കീപ്പർ ക്യാച്ച് അല്ലെ സ്ലിപ്പിൽ അല്ലെ പോയിന്റിൽ എന്നുള്ള രീതിയിൽ 4th 5th സ്റ്റംപിലേക്ക് ഔട്ട് സ്വിങ് പോകുമ്പോൾ പുള്ളി കണ്ടിന്യൂസ്ലി ഔട്ടായിരുന്നിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞാൻ വിൽ ജാക്സ് എറിയും എന്ന് പറയാൻ കാര്യം, ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഹെഡും ഇവർക്ക് 3 പേർക്കുമുള്ള കോമൺ വീക്ക്നെസ് ആണ് ഓഫ് സ്പിന്നർ പവർ പ്ലേയിൽ എറിയുക എന്നുള്ളത്. അത് നമ്മൾ T20 വേൾഡ് കപ്പ് പോലും ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് അതിൽ കാണാം. പിന്നെ അഭിഷേക് ശർമ്മയാണെന്നുണ്ടെങ്കിലും ഹെഡ് ആണെന്നുണ്ടെങ്കിലും ഒരു സ്ലോവർ ബോൾസിൻ്റെ മുന്നിൽ വിക്കറ്റ് കളയുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതിൽ ഈ റീസെൻ്റ്ലി ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് സ്ലോവർ ബോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ബുംറ എന്ന് പറഞ്ഞ ബോളറാണ്. അതും ഈ പറയുന്നോട്ട് വേൾഡ് കപ്പ് T20 മുതൽ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ബുംറ സ്ലോവർ ബോളിൽ ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് എടുത്തവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബുംറ ഒന്നാമത്തെ ഓവറും മൂന്നാമത്തെ ഓവറും എറിയണമെന്നും അതേപോലെ തന്നെ വിൽ ജാക്സും ഓപ്പറേറ്റ് ചെയ്യണമെന്നും. ബുംറ മൂന്നാമത്തെ ഓവർ എറിയണം, അല്ലെ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ നിർത്തരുത് പിന്നെയും വന്ന് എറിയണമെന്ന് പറയാനുണ്ടായ കാര്യം, ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ ഒരു 4 ബോൾ 5 ബോൾ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പിച്ചിങ് അപ്പ് ലെങ്ത് നിക്കിങ് ബാക്ക് ഇൻ, അതായത് ഇഷാൻ കിഷനെ സംബന്ധിച്ച് ഒരു ഇൻസ്വിങ്ങർ ഒരു നല്ല ലെങ്തിൽ പിച്ചിങ് അപ്പ് ആയിരിക്കണം, ഇൻസ്വിങ്ങർ ആയിരിക്കണം. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഈ റീസെൻ്റ്ലി തന്നെ 2 or 3 തവണ പുള്ളി ബൗൾഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ബുംറയെ തന്നെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യിക്കണമെന്നും വിൽ ജാക്സ് ഓപ്പറേറ്റ് ചെയ്യണമെന്നും പറയാനുണ്ടായ കാര്യം. പറയാം. ഇതിനകത്ത് വിൽ ജാക്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ SRH ആയിട്ടുള്ള ഒരു മാച്ചിൽ തന്നെ ഇതുപോലെ ഓഫ് സ്പിന്നറിനെ വെച്ചിട്ട് ഏതോ ഒരു ടീം ട്രൈ ചെയ്തിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. പഞ്ചാബാണ് ട്രൈ ചെയ്തത്. ശശാന്ത് സിംഗ് 2 പേരെ വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അല്ലല്ല, പവർ പ്ലേയില് ഏതോ ഒരു ഓഫ് സ്പിന്നറിനെ എടുത്തിട്ട് അടിച്ചു അഭിഷേക് ശർമ്മ. എനിക്ക് പെട്ടെന്ന് ഓർത്തിട്ട് കിട്ടുന്നില്ല. ഞാനിപ്പോൾ വിൽ ജാക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് അതിന്റെ റിവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, വേൾഡ് കപ്പിൽ ഈ ഒരു സംഭവം ഓടുന്നുണ്ടായിരുന്നു, ഓഫ് സ്പിന്നറിനെ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ എറിയിക്കുക എന്നുള്ളത്. അത് IPL വരുമ്പോൾ അതേ സാധനം വെച്ചിട്ട് കീറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളത്. ഏതോ ഒരു ബോളറിന് ഞാനത് ഓർക്കുന്നില്ല, നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നാളത്തെ നമുക്ക് റിവ്യൂവിൽ പറയാം. ഒരു ബോളറിനെ എടുത്ത് അഭിഷേക് ശർമ്മ നല്ല രീതിയിൽ ഓഫ് സ്പിന്നറിനെ കൈകാര്യം ചെയ്തിരുന്നു ഈ സീസണിൽ തന്നെ 2-3 മാച്ച് മുമ്പ് SRHന്റെ. സോ വിൽ ജാക്സൺ ആ വിധി ഒന്നും ഉണ്ടാവുക. അത് എനിക്ക് തോന്നുന്നു മാർക്കറത്തിനാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ, ലക്നൌവിന്റെ സൈഡിൽ നിന്ന് മാർക്കറത്തെയാണെന്ന് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞു, മാർക്കറത്തെയാണെന്ന് തോന്നുന്നു. പക്ഷെ മാർക്കറും അല്ല വിൽ ജാക്സ് പവർ പ്ലേ ഓപ്പണിംഗ് സ്പിൻ ബോളിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പാർട്ട് ടൈം ബോളറായിട്ടല്ല അതിനകത്തിലോ പവർ പ്ലേയിൽ വിൽ ജാക്സ് ഓപ്പറേറ്റ് ചെയ്യാൻ വരിക. മാർക്കറത്തിനെക്കാട്ടിലും പവർ പ്ലേയിൽ വിൽ ജാക്സിനെ ഓപ്പറേഷൻ ഞാൻ ഹൈലി റേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നു ബുംറ വിൽ ജാക്സ് മിനിമം 2 ഓവർ വീതം പവർ പ്ലേയിൽ എറിയും. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിയാൽ തന്നെ ഈ പഞ്ചാബിനെതിരെ കഴിഞ്ഞപ്പോൾ പോലും 2 പേരെയും ഔട്ടാക്കിയിട്ടുണ്ട്. ശശാന്ത് സിംഗിനെ കൊണ്ട് എറിയിച്ചപ്പോഴാണ് 2 പേരും വിക്കറ്റ് കളഞ്ഞിരിക്കുന്നത്. ഞാൻ ഫുൾ ഡേറ്റ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇവർ റീസെൻ്റ്ലി തന്നെ ഈ IPL തന്നെ 3 or 4 തവണ ഇവരെ 2 പേരെയും ഓഫ് സ്പിന്നേഴ്സ് ഔട്ടാക്കിയിട്ടുണ്ട്.
ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഡിസ്കഷനിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതൊരു കമ്പാരിറ്റീവ്ലി ന്യൂ ചാനലാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടൊക്കെ പങ്കുവെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഈ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അത് ഞങ്ങൾക്ക് വലിയൊരു സഹായമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. അതുപോലെ തന്നെ മുംബൈയുടെ വേറൊരു കാര്യമാണ്, ഡാനിഷിനെയൊക്കെ വീണ്ടും അവർ ട്രൈ ചെയ്യുന്നു. 2 കളി പരാജയപ്പെട്ടു. ഡാനിഷ് ഓപ്പൺ ചെയ്യോ അതോ ഇനി വിൽജാക്സ് ഓപ്പൺ ചെയ്യോ? അല്ല, എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത കളിയോടെ ഈ കളിയുടെ തന്നെ രോഹിത് ശർമ്മ തിരിച്ചു വരും. രോഹിത് ശർമ്മ അന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നെറ്റ് സെഷൻസിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിരുന്നു. പിന്നെ അവരൊരു ലോങ് ബ്രേക്കിന് ശേഷമാണ് വരുന്നത്, 6 ദിവസത്തിൻ്റെ ബ്രേക്കിന് ശേഷമാണ് അവരിപ്പോൾ കളിക്കാൻ വരുന്നത്. അതുകൊണ്ട് ഒരു ഫ്രഷ് ലെഗ്സ് ആയിട്ട് തന്നെ ഈ പറയുന്ന രോഹിത് ശർമ്മ ടീമിലേക്ക് തന്നെ തിരിച്ചു വരും. നമൻതീർ 1 ഡൗൺ ഇറങ്ങും. സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ഷെപ്പേഡ്, ഒരു നമ്മൾ കണ്ടാണ് മിച്ചൽ സാറ്റനർ ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് അതൊരു ഡിബറ്റബിൾ, സോറി റൂദർഫോർഡ്, മിച്ചൽ സാറ്റനറിനകത്തിൽ ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് അത് വേറെ ഡിബറ്റബിൾ ടോപ്പിക്കാണ്. എന്നിരുന്നാൽ തന്നെയും പുള്ളി ഇഞ്ചോർഡായ ടീമിൽ നിന്ന് പുറത്തായി. പകരം കേശവ് മഹാരാജ് വന്നു. ആ പ്ലേസിലായിരിക്കും വിൽജാക്സ് വരിക. വിൽജാക്സ് വന്നാൽ പോലും ഒരു ഫിനിഷറായിട്ടുള്ള ഉപരി മിക്കവാറും ടോപ്പ് ഓർഡറിൽ 1 ഡൗൺ ആയിട്ട് കളിക്കാൻ സാധ്യതയുണ്ട്. നമൻതീർ തിരിച്ച് നേരെ പഴയ പൊസിഷനായിട്ടുള്ള ഫിനിഷിംഗ് റോളിലേക്ക് ഇറങ്ങി വരാനും സാധ്യതയുണ്ട്. അവിടെ ഒരു പ്രശ്നമുള്ളത്, വിൽജാക്സ് എയർലി സ്റ്റേജിൽ ഓപ്പൺ, അതായത് ടോപ്പ് ഓർഡറിൽ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടും ഫിനിഷറായിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ടോപ്പ് ഓർഡറിൽ കളിക്കും. വേണമെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മ കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് വിൽജാക്സ്. അതെന്താന്ന് കണ്ട എന്ന് അറിയണം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നാളെ മുംബൈ അടിക്കും എന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. മുംബൈ വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ രോഹിത് ശർമ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ഞെട്ടിക്കുന്ന ചേഞ്ചസ് ടീമിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടാണ് പോയേക്കുന്നത് ഓണേഴ്സൊക്കെ. കാരണം ഇത്രയും മുംബൈ ഒന്നും അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന കണ്ടിട്ടില്ല മുംബൈയുടെ ഓണേഴ്സ് ഒന്നും. പണ്ട് കാലത്തൊന്നും എത്ര താഴെ കിടന്നാലും അവർ വളരെ കാമൻ ഇതായിട്ട് കമ്പോസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെയുള്ളൊരു ജസ്റ്ററൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഈ 2 ചേഞ്ചസ് വന്നാൽ തന്നെ ടീമിന്റെ പകുതി പ്രശ്നം തീരുമെന്നാണ്. വിൽജാക്സ് അപ്പ് ഫ്രണ്ട് കളിക്കണം. ഈ രോഹിത് ശർമ്മ തിരിച്ചു വന്നു കഴിഞ്ഞാലും അവരെ ഒരുവിധം ഒരു നല്ലൊരു ശതമാനം പ്രശ്നം തീർന്നു. അവരുടെ ബോളിംഗ് ലൈനപ്പ് എന്ന് വെച്ചാൽ അത്ര മോശമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലല്ല. അവരുടെ ബോളിംഗ് ലൈനപ്പ് ഒരു ഇത്രയും നാളും ആദ്യത്തെ ഒരു 6 കളി 7 കളി അവർക്ക് പരാജയപ്പെട്ടത് ട്രെന്റ് ബോൾട്ടിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചതും ബുംറയെ ഡെപ്തിലേക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചതും കൊണ്ടാണ് അവർക്ക് അടി കിട്ടി തുടങ്ങിയത്. അത് തിരുത്തി ബുംറയെ ആദ്യമേ കൊണ്ടുവന്നു, ബോൾട്ടിനെ പുറത്തിരുത്തിയത് കൂടി തന്നെ അവരുടെ ബോളിങ്ങിൽ നല്ലൊരു ലൈക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ വിൽജാക്സിൻ്റെ അഡീഷൻ എപ്പോഴും സ്ട്രെങ്ത് കൂട്ടത്തേ ഉള്ളൂ. അള്ളാൻ ഗസൻഫർ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഇപ്പം നല്ല രീതിയിൽ തന്നെ എറിയുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നല്ല വിക്കറ്റ് ടേക്കിംഗ് സ്റ്റൈലിലേക്ക് തന്നെ അവർ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 2 ചേഞ്ചസ് വരുത്തിയാൽ തന്നെ ആ ടീമിൻ്റെ ടോട്ടൽ ഫേസ് മാറും. തിരിച്ച് ഈ പറയുന്ന പോലെ SRHൻ്റെ ടീമിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു ചേഞ്ചും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സെയിം 11 കൊണ്ട് തന്നെ കളിക്കാനാണ് സാധ്യത. കാരണം ഓൾറെഡി അവരൊരു മാസീവ് ടോട്ടൽ RRനെതിരെ ചേസ് ചെയ്ത് ജയിച്ച ഒരു കോൺഫിഡൻസിലാണ് വരുന്നത്. അതുകൊണ്ട് അവർ ആ ടീമിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ യാതൊരു സാധ്യതയും എനിക്ക് തോന്നുന്നില്ല. അതിന് പറ്റിയ ഒരു പ്ലേയേഴ്സും അവരുടെ കയ്യിൽ ഇല്ല, അതും പറയണം. ഓക്കെ, അപ്പോൾ മുംബൈയിലും ചേഞ്ചസ് ഒന്നും വേറെ ഈ ചേഞ്ചസ് ഒക്കെ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു വിൽജാക്സ് ഫിനിഷറായിട്ട് തന്നെ കളിക്കത്തുള്ളൂ. കാരണം ഇവർക്ക് ഇപ്പോൾ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ തട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല. സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, നമൻതീർ എല്ലാം നമ്പർ 3 നമ്പർ 4 കളിക്കാൻ പറ്റുന്ന ആൾക്കാർ. അതിൻ്റെ കൂട്ടത്തിൽ വിൽജാക്സും കൂടെ ടോപ്പ് ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കോമ്പിനേഷനിൽ തന്നെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനിഷറായിട്ട് തന്നെ ആയിരിക്കും വിൽജാക്സ് കളിക്കുന്നത്, എസ്പെഷ്യലി അതിൽ ഞാൻ ടോപ്പ് ഓർഡർ കളിക്കുമെന്ന് പറയാൻ കാര്യം തന്നെ കാരണം ഇവർ ഇത്രയും കളി തോറ്റുപോയതിൽ ഒരു പ്രധാന കാര്യം ഇവർ പവർ പ്ലേ തന്നെ കളി തോക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പവർ പ്ലേയിൽ തന്നെ ഇവർ 3 വിക്കറ്റ് പോകും. കഴിഞ്ഞ ഒരു 3-4 കളികൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പവർ പ്ലേ തന്നെ 3-4 വിക്കറ്റ് പോകും. പിന്നെ വരുന്നവർ എങ്ങനെയെങ്കിലും കണ്ടെയ്ൻ ചെയ്തൊരു 10 ഓവറിനപ്പുറം എത്തിച്ച് ഒരു കളി അവർ ഫയർ പവർ കാണിച്ചു, ഒരു കളി അവർ ഫെയിലായി. അപ്പം അതുകൊണ്ട് ആ ടോപ്പ് ഓർഡർ ലൈക്ക് പാളുകയാണ്. അതാണ് അവരുടെ പ്രശ്നം എന്ന് 7-8 കളിയിലോട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം അവരത് തിരുത്തും, അല്ലെ തിരുത്താൻ ചാൻസ് ഉണ്ട്. അവർ തിരുത്തുമെന്ന് ഞാൻ പറയുന്നില്ല, തിരുത്താൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ഒരു ഫെയിലിംഗ് മന്ത്രയാണ്, അതുമായിട്ട് ഇനിയും മുന്നോട്ട് പോകത്തില്ല എന്നാണ് എൻ്റെ ചിന്ത. വിൽജാക്സ് എന്ന് പറഞ്ഞ കളിക്കാരൻ എന്ന് വെച്ചാൽ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ വിൽജാക്സിനെ ടോപ്പ് വരും. നമൻതീർ എന്ന് പറഞ്ഞ ഒരാൾ അതേക്കൂട്ട് അവർക്ക് കഴിഞ്ഞ വർഷവും അവർ ഫിനിഷറായിട്ട് പ്ലെയർ കളിച്ച് എക്സൽ ആയിട്ടുള്ള കളിക്കാരനാണ്. അതുകൊണ്ട് അവർ തമ്മിൽ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യും എന്ന് പറയാനുണ്ടായ
കാര്യം ഇതാണ്, ഇന്ന ഇന്ന കാര്യങ്ങളാണ് എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് തോന്നുന്നതും. അതുകൊണ്ട് ഹൈ ലൈക്കിൽ ഇത് നടക്കാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബ്ലി SRH അൺചേഞ്ചായിട്ട് തന്നെ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ഞാൻ മുംബൈയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. മുംബൈ നാളെ കളി ജയിക്കും. മൊത്തത്തിൽ ബാക്കിയുള്ള ടീമുകളെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ചെന്നൈ അടക്കമുള്ള ടീമുകൾക്ക് തീർച്ചയായിട്ടും മുംബൈ ജയിക്കണം. അപ്പോൾ അതുകൊണ്ട് മുംബൈ നാളെ കളി ജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. SRH തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മൾ ടൂർണമെന്റ് അതെ 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 ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അതെ അതെ ഈ ടൂർണമെന്റിന്റെ ബെറ്റർമെന്റിന് വേണ്ടി തന്നെ ആയതുകൊണ്ട് ഞാൻ ഈ തവണ മുംബൈയുടെ കൂടെ തന്നെയാണ്. മുംബൈ ജയിക്കുമെന്നുള്ള അല്ല, ശുഭാപ്തി വിശ്വാസത്തോടെ. ഞാനൊരു ഡൗട്ട് ചോദിച്ചു. ഇപ്പൊ അഥവാ നാളെ ഇനി SRH ജയിച്ചു എന്ന് വെച്ചോ, അപ്പോൾ ബാക്കിയുള്ള ടീമുകൾക്ക് സാധ്യത തീരെ ഇല്ല എന്നാണോ പറയുന്നത്? അതോ തീരെയില്ല. കാരണം പിന്നെ ഒരു 2 കളിയുടെ ഞാൻ അവർക്ക് അതിന്റെ ജയിച്ചാൽ മതി. കാൽക്കുലേഷൻസ് നോക്കിയിട്ടില്ല. കാരണം പിന്നീടുള്ള അതായത് അപ്പം 9 കളിയിൽ നിന്ന് 12 പോയിന്റ് ആവും ആർക്ക്? SRH 3ലേക്ക് വരും, RR 4ലേക്ക് വരും. പിന്നീടുള്ള ഒരു 4 കളി അല്ല, പിന്നെയുള്ള 5 കളിയിൽ 1 or 2 ജയിച്ചാൽ മതി. ഒരെണ്ണം മാൻഡേറ്ററി ആയിട്ട് ജയിക്കണം, രണ്ടാമത് ജയിച്ചു കഴിഞ്ഞാൽ ഈസിലി ക്വാളിഫൈഡ് ആണ്. കാരണം ഇവരെല്ലാം നെറ്റ് റൺ റേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബൂസ്റ്റായി നിൽക്കുക. മനസ്സിലാവും, നിയർ ടു 1 ആണ് ഇവരെല്ലാം താഴെയുള്ള നെറ്റ് റൺ റേറ്റ്. ചെന്നൈക്കും GTക്കും ഒക്കെ കുറവാണ്. അതെ. അല്ല, അല്ലെ, വളരെ GTക്കും മോശമാണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. 8-4 ഇപ്പോ. GTക്കും 8-4, ചെന്നൈക്ക് 8-3 കളി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ RRന് ഇപ്പോൾ 9 കളികളാവുകയും ചെയ്തു. അപ്പോൾ ഒരു അടുപ്പിച്ചൊരു 3-4 കളി ജയിച്ചു കഴിഞ്ഞാൽ ചെന്നൈക്കും GTക്കും ചാൻസ് ഇല്ലേ? അപ്പോഴും കാരണം SRH മുമ്പിൽ നടന്ന ഇപ്പോൾ ജയിക്കുവാണെങ്കിൽ 9 കളിയിലെ അവസ്ഥ എടുത്ത് നോക്കിയാൽ തന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് മിനിമം 2 കളിയെങ്കിലും ജയിച്ചു കഴിഞ്ഞാലേ സെയിം ടു സെയിം എത്തത്തുള്ളൂ എന്നുള്ള രീതിയിലാവും. പിന്നെ ഞാൻ കളിയിൽ ഇവർ ഈസിലി ക്വാളിഫൈ ആവും എന്ന് പറയാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ SRHന്റെ ടീം എന്ന് പറയുന്നത് ഈ GT, CSK, KKR മുതലായ ടീമിൽ കമ്പാരിറ്റീവ്ലി ലൈറ്റർ ടീമുകളുമായിട്ടാണ്. ആ സെയിം തന്നെ കാര്യമാണ് ഞാൻ RRന്റെ അടുത്തും പറഞ്ഞിരിക്കുന്നത്. അതായത് DC, GT, LSC, MI. കാരണം ബോട്ടത്തിൽ കിടക്കുന്ന ടീമുകളുമായിട്ടാണ് ഇനി അവർക്ക് കളി എന്നുള്ളത് കൊണ്ടും, ഈ താഴെ കിടക്കുന്ന ടീമുകൾ ഏറ്റവും മുകളിലത്തെ, അതായത് ഇപ്പോൾ കറൻ്റ്ലി ഫോമിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടീമുകളുമായിട്ട് ആയതുകൊണ്ടുമാണ് ഒരു വലിയ ഡിഫറൻസ്. അതിൽ ഇവർക്കൊരു 1-2 കളികൾ വെച്ച് കഴിഞ്ഞാൽ അവർ ഈസിലി വാക്കിനാണ്. പക്ഷേ ഇവർക്ക് 2 ഇവർക്ക് ഇനി 5-5 ജയിക്കേണ്ട ടീമുകളുണ്ട്, അല്ലെ 6-6 ജയിക്കേണ്ട ടീമുകളുണ്ട്, 6-5 ജയിക്കേണ്ട ടീമുകളുണ്ട്. ആ ഒരു ഡിഫറൻസ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തവണത്തെ ടോപ്പ് 4 മിക്കവാറും ഈ കളി SRH ജയിച്ചു കഴിഞ്ഞാൽ സെറ്റിലാവും. അത് പൊളിക്കുക, അല്ലെങ്കിൽ അത്ര മോശം പെർഫോമൻസ് ഇവർ 4 നിന്നുണ്ടായാലേ നടക്കത്തുള്ളൂ. അതിനകത്ത് ഒരു പ്രത്യേകത, ഈ 4 പേരുടെയും ഓപ്പണിംഗ് പേഴ്സ് എക്സ്പ്ലോസീവ് ആണെന്നുള്ളതാണ്. Explosive. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 4 പ്ലേയേഴ്സ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ 4 ടീമിന്റെ അതാണ് ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ. വൺ ഓഫ് ദി ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അതാണെന്ന് തോന്നുന്നു. ഒരു ഫാക്ടറുണ്ട്, ഇവരെ 4 പേരെയും. അതിപ്പം ഇന്നത്തെ കളി റയാൻ പാരൂടെ കളിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതുകൊണ്ട് റയാൻ പാരേഗിനോട് കൂട്ടുകയാണ്. ഈ 4 പേരെയും ക്യാപ്റ്റൻസ് ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതുവരെ റയാൻ പരാഗിൻ്റെ സൈഡിൽ നിന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ റയാൻ പരാഗും ഇന്നൊരു ദിവസം മാത്രമാണ് കളിച്ചത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും റയാൻ പരാഗിനും കൂടെ ആഡ് ചെയ്തുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 ടീമിൻ്റെ ക്യാപ്റ്റൻസ് ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബാക്കി താഴെയുള്ള 6 ടീമിൻ്റെ ക്യാപ്റ്റൻസിനെ ടീം ചുമക്കുകയാണ്. അത് തന്നെ വലിയൊരു വ്യത്യാസമാണ്. പിന്നെ ഈ ടോപ്പ് 4 നിൽക്കുന്നതിൽ 2 ടീമിൻ്റെ ബോളിംഗ് ലൈനപ്പ് എക്സ്ട്രാ ഓർഡിനറിയാണ്. അതേ കൂട്ട് തന്നെ 2 ടീമിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് എക്സ്ട്രാ ഓർഡിനറിയാണ്. അതായത് 2 ടീമിൻ്റെ, രാജസ്ഥാൻ്റെ ആണെന്നുണ്ടെങ്കിലും ബാംഗ്ലൂരിൻ്റെ ആണെങ്കിലും, അവർ ബോളിംഗ് സ്വന്തം സൂപ്പറാണ്. അവർ ബോളിംഗ് ലൈനപ്പിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെ ഈ ടൂർണമെൻറ്റിലെന്ന് പറയാം. ഇപ്പം SRHൻ്റെ ആണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ട് അവരുടെ 3 ബാറ്റ്സ്മാരും ടോപ്പ് 6 or 7 റൺ ഗെറ്റേഴ്സിലുള്ളതാണ്. PBKസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവർ 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ ബാറ്റ്സ്മാൻ വരെ കളിയൊന്നും എത്തുന്ന പോലും ഇല്ല. മനസ്സിലായോ? അത്ര ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന 4 പേരുമാണ്. അതാണ് ഇതിനകത്തിലെ വലിയ ചേഞ്ച് ഉണ്ടാക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ടീമിൻ്റെ ഒന്നും അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ MI CSK എന്ന് പറയുന്നു. ഇപ്പോൾ CSKയുടെ കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ്, അല്ലെ MIയുടെ ഇതുവരെയുള്ള കളികൾ കണ്ടതാണ്. പ്രാക്ടിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇവർ അവരെ തോൽപ്പിക്കാനുണ്ടോ ഉള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ വേണം പറയാൻ. എന്നിരുന്നാൽ തന്നെ ടീമിൻ്റെ വിശ്വാസം അർപ്പിച്ച് ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു ഇച്ചിരി എക്സൈറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് മുംബൈ ജയിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് നാളത്തെ മാച്ചിൽ നമുക്ക് മുംബൈ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ. ബൈ അരുൺ ബ്രോ.